ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഞാനും എൻ്റെ ഇഷ്ടം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു നാടൻ ചെടിയെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ പഴയ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും കേട്ടോ. എന്നാൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഇതാണ് തുമ്പച്ചെടി. പൊതുവേ പാടത്തും പറമ്പത്തും ഒക്കെ മുളയ്ക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇങ്ങനെ അന്യം നിന്ന് പോകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇതിൽ. എൻ്റെ അടുത്ത് വേറൊരു തുമ്പച്ചെടിയും കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ പയറിൽ കള പറിച്ചപ്പം കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ കയ്യിലുള്ള തുമ്പ തന്നെ നമ്മൾ ചട്ടിയിലൊക്കെയാണ് കുഴിച്ചിട്ടത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കുഴിച്ചിട്ടൊക്കെ കാരണം എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു ചെടിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളിനി ആരെങ്കിലും തുമ്പ ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തുമ്പച്ചെടി കുഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഈ തുമ്പയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ തുമ്പച്ചെടി. കാരണം ഇതിൻ്റെ വേരിലും ഒക്കെ ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള പല പല മരുന്നുകളിലൊക്കെ ഈ തുമ്പയുടെ വേരുകളൊക്കെ ചേർക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അത്തപ്പൂക്കളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ തൃക്കാക്കരയപ്പന് ഏറ്റവും പ്രിയപ്പെട്ട പൂവാണ് ഈ തുമ്പപ്പൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൂവ് വെള്ള കളറായതുകൊണ്ട് ഇതിന് തന്നെ പൂവ് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കാരണം പക്ഷെ കുഞ്ഞു മുട്ടായിട്ടാണ് നിൽക്കുന്നത്, പൂവ് ആയിട്ടില്ല. പക്ഷെ നമ്മൾ പൂ കാണിച്ചു തരാം. നമ്മളെ കയ്യിലുള്ള വേറെ ഒന്നിൽ പൂവായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വെള്ള പൂവാണ്. ഈ വെള്ള പൂവായതുകൊണ്ടായിരിക്കും ഇത് വിനയത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ ഈ തുമ്പപ്പൂവിനെ പറയാനുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ തുമ്പപ്പൂ കാണാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ താങ്ക് യു.